Namaskar to all of you. Very good evening. Very happy New Year to all of you. I am very happy to be here on this great P.T. Mohan Krishnan's Memorial Award function. It was very tight opportunity to be here today. But still, it is a great honor for me also to honor a secular face of this country who has made the family, who has made Kerala proud in the difficult times when Babri Masjid had happened. The Kerala secular fabric was being united, and the that family and the leaders of those times till today, our UDF friends, have decided. So I thought that Mr. P.T. Mohan's Krishna Memorial Award has been awarded to Mr. P.K. Tangal Kutti Saab and our Pamad Siddiqui Tangal Saab, P.S. Sadiq Tangal Saab. He has been getting the award and all the UDF leaders are here, so I thought that I should be here. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ആദ്യമായി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സുന്ദരമായ സായാഹ്നം ആശംസിക്കുകയാണ്. ഇതൊരു ശുഭവേളയാണ്. ഈ ശുഭവേളയിൽ ഇവിടെ എത്തിച്ചേർന്നതിൽ ഞാനും ഏറെ കൃതാർത്ഥനാണ്. ഇവിടെ വരാനും അഭിവന്ദനായ P.T. മോഹനകൃഷ്ണൻ്റെ പേരിലുള്ള പുരസ്കാരം, ആ പുരസ്കാര ദാനം നിർവഹിക്കാനും സാധിച്ചത് എനിക്കും ലഭിച്ച ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വിശേഷിച്ചും ഈ പുരസ്കാരം നൽകുന്നത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ അസ്ഥിവാരത്തെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി നിർണായകമായ പങ്ക് വഹിച്ച, വിശേഷിച്ചും ബാബറി മസ്ജിദ് തകർച്ച പോലുള്ള ക്ലേശകരമായിട്ടുള്ള സന്ദർഭങ്ങളിൽ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പങ്കുവഹിച്ച, അതിനായി നേതൃത്വം നൽകിയ ഒരു മഹത്തായ കുടുംബം, ആ കുടുംബത്തിലെ അഭിവന്ദനായ നേതാവ്, ആ നേതാവായ അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്നുള്ള കാര്യവും എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു, എന്നെ അഭിമാനം കൊള്ളിപ്പിക്കുന്നു. I am very happy to be on the dais with Mr. Tangal Saab, Sadiq Ali Tangal Saab, Kunjal Kundi Saab, Mr. Sudhindran, our former president, Ramesh Chenitala ji, our leader of the party, Mr. Sunil, our MP, Abdul Samadan, our MP, M.K. Raghavan is also our MP, Mr. Haridas, former MP, and our important organizer today, Mr. P.T. Ajay Mohan, and various leaders, and all the important dignitaries who got the award on this dais. അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം ബഹുമാനപ്പെട്ട P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊപ്പം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലാജി അടക്കം, അഭിവന്ദനായ നേതാവ് PM സുധീരൻ അടക്കം, MP-മാരായ M.K. രാഘവൻ, സുനീർ, അതുപോലുള്ള ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾക്കൊപ്പം, വിശേഷിച്ചും ഈ സമ്മേളനം, ഈ സംഗമം ഇത്ര പ്രഗത്ഭമായി സംഘടിപ്പിച്ച, അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് അജയ് മോഹൻ അടക്കമുള്ളവരോടൊപ്പം മുൻ MP-യും മുതിർന്ന നേതാവുമായ ശ്രീ ഹരിദാസ് അവർക്കൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ അനൽപ്പം സന്തോഷിക്കുകയാണ്. It gives me a great pleasure to be here today. I am very happy that the organizers of Mr. P.T. Mohan Krishnan Memorial Award has been deemed to be for a right person to be presenting this award. Thank you very much for this great award on this occasion. P.T. മോഹനകൃഷ്ണന്റെ പേരിലുള്ള ഈ പുരസ്കാരം അത് ചെന്ന് ചേരുന്നത് ഏറ്റവും അതിന് പരസ്പര പൂരകമായിട്ടുള്ള കരങ്ങളിലാണ്. ഏറ്റവും യോജിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത സംഘാടകരെ ഞാൻ അതിൻ്റെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. At the outset, not only behalf of me or the UDF, on behalf of all the men who are looking at this secular fabric of this country, would like to congratulate this award winner, Shadibhisheka Puraskaram,
Am I right? Yeah, Shraddhabhisheka Puraskar. I am sure you are delighted to receive this prestigious award. You joined the list of luminaries who have received the award in the past. Once again, I would like to congratulate for this great gesture and event. ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ അതോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നാട്ടുകാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും പേരിൽ ഞാൻ ഈ പുരസ്കാരം നേടിയവരെ എല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുന്നു. പി.ടി. മോഹനകൃഷ്ണൻ ശതാഭിഷേക പുരസ്കാരം അത് ലഭിക്കാൻ അതിനർഹത നേടി ഇവിടെ വന്നത് സ്വീകരിച്ചിട്ടുള്ള അത് ലഭ്യമായിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. We all are here to show our gratitude to Mr. P.T. Mohan Krishnan, who had a great personality, very large-hearted person, who was a legislator here, a leader of the Congress party, who was an ACC member at the age of 24, and who has a big history and a very big family in this area. So we thought that you all have decided, every year you are organizing this great program to remember him. വലിയ ഒരു നേതാവിൻ്റെ പേരിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചിരന്തന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം വിശാല ഹൃദയനായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയയിൽ സ്വന്തമായ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. 24-ാമത്തെ വയസ്സിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗമായിക്കൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രം രചിച്ച നേതാവ് കൂടിയാണ് പി.ടി. മോഹനകൃഷ്ണൻ എന്നുള്ളത് ഈ അവസരത്തിൽ വളരെ സ്മരണീയമാണ്. അദ്ദേഹത്തിൻ്റെ ആ വലിയ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ ഞാൻ വീണ്ടും ആദരങ്ങൾ അർപ്പിച്ചു കൊള്ളട്ടെ. I was told that this award is being started 20 years back in 2004. May his legacy live forever. That is why we are here. You know that a child is born. When a child is born, the child cries. The society and the family laughs with joy. But within the birth and death, after contributing to the society, though who contributes to the society, he is very happy sleeping on his deathbed, but the entire society cries. That is why, to show our gratitude, we all are here. നമ്മളെല്ലാവരും നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാണ് പി.ടി. മോഹനകൃഷ്ണനോടുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മസപര്യയോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. മനുഷ്യ ജീവിതം എത്ര വിചിത്രമാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ എല്ലാവരും കരയുന്നു. കുട്ടി കരയുന്നു, പക്ഷേ എല്ലാവരും സന്തോഷിക്കുന്നു. കുടുംബത്തിലുള്ളവർക്കെല്ലാം കുഞ്ഞിൻ്റെ ജന്മം ആനന്ദകരമാണ്. പക്ഷെ കുട്ടി കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തേക്ക് വരുന്നത്. ഒരു മനുഷ്യൻ ഈ ഭൂലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴോ അദ്ദേഹം വിശ്രമിച്ച് നിദ്രയിൽ എന്ന പോലെ കിടക്കുന്നു. പക്ഷെ ബന്ധുക്കളും നാട്ടുകാരും മുഴുവൻ കരയുന്നു. വരുമ്പോൾ വ്യക്തി കരഞ്ഞു വന്നെങ്കിൽ ആ വ്യക്തി പോകുമ്പോൾ കരയാതെ